നമസ്കാരം. ഇറാനിൽ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുകയാണ് യുഎസ്. തുടർച്ചയായി 6ാം ദിനമാണ് യുഎസ് ഇറാനെ ആക്രമിക്കുന്നത്. ബന്ദർ അബ്ബാസ് അടക്കമുള്ള നഗരങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന കാര്യം ഇറാൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ബന്ദർ അബ്ബാസിലെ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയാണ് ഇവർ ആക്രമിച്ചത്. തെക്കൻ ഇറാനിലുണ്ടായ 2 പാലങ്ങൾക്കു നേരെയും ആക്രമണമുണ്ടായി. ഈ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായും ഒട്ടേറെ പേർക്ക് പരിക്കേറ്റതുമായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്നാൽ ഇതിനിടയിൽ ഹോർമൂസ് നിയന്ത്രിക്കുന്നത് ഇറാൻ അല്ല, മറിച്ച് യുഎസ് ആണ് എന്ന കാര്യം യുഎസ് പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കുകയാണ്. അതായത് ഇറാനിൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുകയാണ് അമേരിക്ക. കഴിഞ്ഞ ദിവസമാണ് അഖ്വാസ് നഗരത്തിലെ ഷാഹിദി ബെഹെ ആശുപത്രിക്ക് നേരെ അമേരിക്കൻ സൈന്യം വ്യോമാക്രമണം നടത്തിയത്. ആക്രമണത്തിൽ കുട്ടികളുടെ ക്യാൻസർ ചികിത്സാ വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം തകർന്നു തരിപ്പണമായി. ആക്രമണത്തെ തുടർന്ന് അസുഖബാധിതരായ കുട്ടികളെയും മറ്റു രോഗികളെയും അടിയന്തരമായി ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം സംജാതമായി. ആക്രമണം വ്യാഴാഴ്ച രാജ്യത്തിന്റെ വടക്കുഭാഗത്തേക്ക് വ്യാപിപ്പിച്ച യുഎസ് ഹോർമൂസ് കടലിടുക്കിൽ ബുധനാഴ്ച പ്രാബല്യത്തിൽ വന്ന നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് ഒരു ചരക്കു കപ്പലും ആക്രമിച്ചു. കുറോസോയുടെ പതാകയുള്ള ബെൽമ എന്ന എണ്ണക്കപ്പലാണ് ആക്രമണത്തിന് ഇരയായത്. ഇറാന്റെ തന്ത്രപ്രധാന എണ്ണക്കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിലേക്ക് പോവുകയായിരുന്നു ഈ കപ്പൽ. അപ്പോൾ ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പലുകളുടെ പോക്കുവരവിനെ തടയാൻ ലക്ഷ്യമിട്ടാണ് യുഎസിന്റെ ഉപരോധം ഏർപ്പെടുത്തിയത്. മറുപടിയായാണ് ബഹ്റൈൻ, ജോർദാൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലെ യുഎസ് താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ തങ്ങളുടെ പ്രത്യാക്രമണം നടത്തിയത്. 6 ദിവസമായി ഇറാനിൽ നടത്തുന്ന ആക്രമണം വ്യാഴാഴ്ച രാജ്യത്തിന്റെ വടക്കുഭാഗത്തേക്ക് വ്യാപിപ്പിച്ചിരുന്നു യുഎസ്. ഹോർമൂസ് കടലിടുക്കിൽ ബുധനാഴ്ചയാണ് പ്രാബല്യത്തിൽ വന്ന നാവിക ഉപരോധം മറികടക്കാൻ ആരോപിച്ചായിരുന്നു ചരക്കു കപ്പലിലേക്കുള്ള ആക്രമണം അഴിച്ചുവിട്ടത്. എന്തായാലും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉൽപാദന കേന്ദ്രവും ബഹിരാകാശ പദ്ധതികളുടെ ആസ്ഥാനമായ സെംനാൻ പ്രവിശ്യയിലും ആക്രമണം രേഖപ്പെടുത്തി. തന്ത്രപ്രധാനമായ ഇറാനിയൻ ദ്വീപായ ഗ്രേറ്റർ ടൂൻബും ആക്രമിക്കപ്പെട്ടു. സംഘർഷം പുനരാരംഭിച്ചതിനു ശേഷം ആദ്യമായി വ്യാഴാഴ്ച ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനും ആക്രമണത്തിന് ഇരയാവുകയായിരുന്നു. ഇറാഖിലെ അർദ്ധ സ്വയംഭരണ മേഖലയായ കുർദിഷ് ഇർബിലും ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ ആക്രമണം നടത്തുകയായിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച ഇറാനും യുഎസും ആക്രമണം പുനരാരംഭിക്കുകയും ഇറാനിൽ ഇതുവരെ 35 പേർ മരിക്കുകയും 300-ലേറെ പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. ജൂൺ 17-ന് പ്രാബല്യത്തിലായ ഇടക്കാല വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ യുഎസ് കൂട്ടാക്കുന്നില്ല എങ്കിൽ കൂടുതൽ ശക്തമായ സൈനിക ഏറ്റുമുട്ടലിന് ഇറാൻ സജ്ജമാകും എന്നാണ് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബ് വ്യക്തമാക്കിയത്. മേഖലയിൽ യുഎസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും താവളങ്ങളും നശിപ്പിക്കുമെന്നാണ് ഇറാന്റെ ജോയിന്റ് മിലിറ്ററി കമാൻഡിന്റെ ഭീഷണി. അതിനിടെയാണ് ഇറാൻ കരാറുണ്ടാക്കാൻ സന്നദ്ധമായിട്ടുണ്ട് എന്ന കാര്യം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. എന്നാൽ ഈ പുതിയ കരാറിനെ സംബന്ധിച്ച് മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ പുറത്ത് നൽകിയിട്ടില്ല. ഞങ്ങൾ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നും അവർ സമവായത്തിന് തയ്യാറാണ്, അതായത് ഒത്തുതീർപ്പിലെത്തണോ ഇനി അവരെ തീർക്കണോ എന്ന കാര്യമാണ് യുഎസ് ആലോചിക്കുന്നു എന്നായിരുന്നു ട്രംപ് പറഞ്ഞു വെച്ചത്. 2024 മുതൽ തടവിലാക്കിയ അമേരിക്കൻ പൗരനെ വിട്ടയച്ചത് ഇറാന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു ശുഭകരമായ നടപടിയായാണ് പിന്നീട് ട്രൂത്ത് സോഷ്യൽ ട്രംപ് കുറിച്ചത്. എന്തായാലും ചാരവൃത്തി ആരോപിച്ച് ജയിലിലടച്ച് യുഎസ് ഇറാൻ പൗരത്വമുള്ള ദേവകരാരിയെയാണ് വിട്ടയച്ചത്. അപ്പോൾ എന്തുകൊണ്ടും അങ്ങനെ ഒരു യുഎസ് പൗരനെ വിടാൻ ഇറാൻ തയ്യാറായി എങ്കിൽ അവർ സമാധാനത്തിലേക്ക് അടുക്കുകയാണ് എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്.